ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഈ വിഷുവിന് പച്ചമാങ്ങ കൊണ്ട് കൊങ്കിണി രീതിയിലുള്ള ഒരു അച്ചാർ തയ്യാറാക്കിയാലോ? വളരെ ടേസ്റ്റിയാണ്. ഇതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സേലം മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന് തൊലിക്ക് കട്ടി കുറവാണ്. അങ്ങനെയുള്ള മാങ്ങ എടുക്കുന്നതാണ് നല്ലത്. മാങ്ങ ഇതുപോലെയൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പം കുറച്ചോ കൂട്ടിയോ എടുക്കാം. ഇനിയൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് മുഴുവനായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം സ്റ്റൗ ഒന്ന് ഓഫാക്കിയിട്ട് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. വീണ്ടും സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്കിട്ട് അത്യാവശ്യം നല്ലവണ്ണം സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി അച്ചാറാണിത്. ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് വെല്ലം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 3 പീസ് വെല്ലമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് വേവാൻ ആവശ്യമായ ഒരു കപ്പ് വെള്ളം, അത്യാവശ്യം കഷ്ണങ്ങളൊക്കെ മുങ്ങിക്കിടക്കാൻ പാകത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും തുറന്നു നോക്കി ഇളക്കി കൊടുക്കുന്നുണ്ട്. കഷ്ണങ്ങളെല്ലാം ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. എന്നാലും കുറച്ച് സമയം കൂടി നമുക്ക് വേവിച്ചെടുക്കണം. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കൊങ്കിണി സ്റ്റൈലിലുള്ള പച്ചമാങ്ങ അച്ചാർ ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.